ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ തോന്നുന്നത് നമ്മുടെ എമ്പുരാനെ കുറിച്ച് പറയാനാണ്. എമ്പുരാൻ സിനിമ റിലീസായിട്ട് ഓൾമോസ്റ്റ് 1 വീക്കായി. അത് കട്ട് ചെയ്യലും എഡിറ്റ് ചെയ്യുന്നതിന് മുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റി. ഇനി വ്യാഴാഴ്ചയാണ് റിലീസായത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ദോഹയിൽ പോയിട്ടാണ് കണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാണാൻ പോകുന്ന സമയത്ത് ഒരുപാട് വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞങ്ങളൊരു 4 സുഹൃത്തുക്കൾ കൂടിയിട്ടാണ് ഈ പടം കാണാൻ പോകുന്നത്. ഈ പടം കാണാൻ പോണ 4 പേർക്കും വല്ലാത്ത എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷെ പടം തുടങ്ങി ഇതിൻ്റെ ഫസ്റ്റ് സീനൊക്കെ കണ്ടപ്പോൾ നമ്മളെ എക്സ്പെക്റ്റേഷനെ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലായിരുന്നു ഈ സിനിമയുടെ തുടക്കം. അതായത് ആ ഇൻട്രോ സീനൊക്കെ ഒരു രക്ഷയില്ല. നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിംഗ് എന്നൊക്കെ രീതിയിലൊക്കെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് ചിന്തിപ്പിക്കും. പക്ഷേ തുടരെ തുടരെ അവിടുന്ന് അങ്ങോട്ട് ആ എക്സ്പെക്റ്റേഷനിൽ നിന്ന് അത്ര അങ്ങോട്ട് പീക്ക് ലെവലിൽ നിന്ന് സിനിമ വളരെ ഒരു സ്ലോ മോഷനിലേക്ക് അങ്ങോട്ട് പോയി നമ്മളങ്ങോട്ട് വലിപ്പിക്കും. അതിൽ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ദീപക് ദേവിൻ്റെ BGM അടക്കം വളരെയധികം നിരാശപ്പെടുത്തി. പിന്നെ ലാലേട്ടനെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോഴാണ് ലാലേട്ടൻ്റെ ഇൻട്രോ. ലാലേട്ടൻ്റെ ഇൻട്രോ സീനൊക്കെ ഒന്നും പറയാനില്ല, ഹെവി. ആ ഇൻട്രോ സീൻ വരെ വളരെയധികം ഇങ്ങനെ ഇങ്ങോട്ട് വലിപ്പിക്കുന്ന രീതിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സ്ക്രിപ്റ്റ് നമുക്കറിയാം. നമ്മളെന്താണ് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന ലെവലിലാണ് നമ്മൾ ഈ എമ്പുരാൻ പോയി കാണാൻ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, ഒരു മാസ് അല്ലെങ്കിൽ ആ പഞ്ച് ഡയലോഗ്, അതേപോലെയുള്ള ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് നമ്മൾ ഈ പടം കാണാൻ പോകുന്നത്. പക്ഷേ ഈ പടത്തിൽ ഫസ്റ്റ് ഹാഫ് വരെ അത്തരത്തിലുള്ളൊരു വലിയ ഡയലോഗ് വരില്ല. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് കടക്കുമ്പോഴാണ് പടം ഒന്ന് എനർജറ്റിക് ആവുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഈ അബ്രഹാം ഖുറൈശി നമ്മൾ ഒരുപാട് ചിന്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു വില്ലൻ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഗുജറാത്ത് കലാപത്തിൻ്റെ റെഫറൻസൊക്കെ നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. അതാണ് ആ സിനിമയുടെ ഇപ്പോൾ ഇത്ര അധികം കോൺട്രവേഴ്സീസ് വരാനും അതേ തുടർന്ന് ഇപ്പോൾ 24 മിനിറ്റോളം കട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നമ്മളെല്ലാം എഡിറ്റ് ചെയ്യാത്തൊരു സീനാണ് കണ്ടത്. ഒരു സ്റ്റോറി ലെവലൊക്കെ പറയുമ്പോൾ നോർമൽ ഒരു ആവറേജ് ലെവൽ സ്റ്റോറി ആയിട്ടാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. ലൂസിഫറിലെ എന്താ പറയുക, ഒരു പഞ്ച് ഡയലോഗും അങ്ങനെയുള്ള ഒരു എടുത്തു പറയാവുന്ന ഒരു ഡയലോഗ് പോലും ഈ സിനിമയിലില്ല. പിന്നെ ഫൈറ്റ്, നമ്മൾ ഇങ്ങനത്തെ ഒരു ലൂസിഫർ പോലത്തെ ഒരു പടത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ എമ്പുരാൻ കാണാൻ പോകുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്നത് അത്തരം രീതിയിലുള്ളൊരു ഫൈറ്റും സീനുകളൊക്കെയാണ്. അത്തരത്തിലുള്ള ഒരു സീനും ഇല്ല. അതിൽ ഏറ്റവും അരോചകമായി തോന്നിയത് ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ, ലാലേട്ടൻ മുണ്ടെടുത്ത് പല ഫൈറ്റ് സീനും കണ്ട് നമുക്കൊക്കെ അങ്ങ് ഗൂസ് ബമ്പ് വരും. പക്ഷെ ഈ സീൻ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ഏതാണ്ട് കയറിട്ടടിക്കുന്ന പോലത്തെ ഒരു ഫീലൊക്കെ വന്നിരുന്നത്. വളരെ മോശം രീതിയിലുള്ള ഒരു സ്റ്റണ്ട് സീനാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ എല്ല് എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി. ആ എല്ലിലൊക്കെ ഒരു ഡിസൈനൊക്കെ രസമായിട്ടുണ്ട്. അവിടെ ഒരു പ്രത്യേക ഒരു സീനൊക്കെ ഉണ്ട്. ഈ ഫൈറ്റ് സീനിൻ്റെ ഇടയിൽ തന്നെ ഒരു അടിപൊളി സീൻ വരുന്നുണ്ട്. അത് നമുക്ക് തിയേറ്ററിൽ ഇരുന്ന് തന്നെ കാണാം. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, സ്പോയിലർ ആയിരിക്കും. പക്ഷെ ഇങ്ങനെ തുടർന്ന് എങ്ങനെയൊക്കെയോ പോയി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ അബ്രഹാം ഖുറൈശി എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ലെവല് ടീം എന്ന രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സെനഗൽ, അതേപോലെ പല പല രാജ്യങ്ങളിൽ പോയിട്ടാണ് കാണിക്കുന്നത്. അതേപോലെ പിന്നെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഇവർക്കൊന്നും മെയിൻ റോളുകളായിട്ടൊന്നും എടുത്തു പറയാനില്ല. ഇപ്പം നമ്മുടെ ലാലേട്ടൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ ലാലേട്ടനൊരു എണ്ണി കഴിഞ്ഞാൽ ഒരു 10 ഡയലോഗിൽ താഴെയുള്ള ഈ സിനിമയിൽ ലാലേട്ടൻ അടക്കം ഡയലോഗ്. പൃഥ്വിരാജിനും അതേപോലെ തന്നെ വളരെ കുറവ് ഡയലോഗുകളൊക്കെ ഉള്ളൂ. ഇതിൽ ഈ പറഞ്ഞ പൃഥ്വിരാജ് ആയാലും ലൂസിഫർ മറ്റേ ടോവിനി ആയാലും ലാലേട്ടനായാലും ഇവർക്കൊന്നും ഒരു എന്താ പറയുക, ഒരു അഭിനയ മികവ് കാണിക്കേണ്ടതായിട്ടൊരു സന്ദർഭം ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള ഒരു കാര്യവും നമുക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ ഈ സിനിമ നമ്മുടെ മലയാള ചരിത്രത്തിൽ ആദ്യം 200 കോടി എന്ന രീതിയിലേക്ക് എത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതിന് കാരണക്കാരനായത് നമ്മുടെ എന്താ പറയുക, ഈ കോൺട്രവേഴ്സീസ് ആണ്. പിന്നെ ഗുജറാത്ത് കലാപവും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അത് വില്ലൻ്റെ റെഫറൻസ് ആയിട്ടാണ് കാണിക്കുന്നത്. അല്ലാണ്ട് ഈ സംഖ്യകൾ പറയുന്ന പോലെ ഒരു ചരിത്ര സിനിമ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ താളുകളല്ല കാണിക്കുന്നത്. ഒരു റെഫറൻസ് എന്ന രീതിയിലാണ് വില്ലൻ അതിൽ കാണിക്കുന്നത്. നോർത്ത് ഇന്ത്യൻ വില്ലനാണ്. അപ്പോൾ അതിൻ്റെ രീതിയിൽ ഗുജറാത്ത് കലാപം നമുക്കറിയാം ആരാണ് ഉണ്ടാക്കിയെന്നും അതിൻ്റെ കാരണക്കാരൊക്കെ അല്ല. അതിന് ശേഷം നമ്മുടെ ചുറ്റുപാടും വലിയ രീതിയിലൊക്കെ എത്തിപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്.
അതിനെ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവർ ഇതിനെതിരെ ഈ സിനിമയ്ക്ക് രംഗത്ത് വന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ഒരു ഗുണമാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം അത് തുടർന്ന് അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്താണ് സംഭവം എന്ന രീതിയിൽ കാണാൻ പോയി. അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് നമുക്ക് ഇതിൽ കാണാൻ പറ്റിയെന്നാണ് ഞാൻ പറയുള്ളൂ. എന്തായാലും സിനിമ ഒരു ലാലേട്ടൻ ആരാധകർക്ക് പോലും ഒരു നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. ഇത് പക്ഷേ ഇതിൽ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയവും മറ്റൊരു രീതിയിലൊക്കെയാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലടക്കം ഡിസ്കഷന് പോകുന്നത്. അതിനൊന്നും ഈ പറയുന്ന സിനിമയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം ഇല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ കാര്യം. ഒരു സിനിമ എന്ന രീതിയിൽ വളരെ ഒരു ആവറേജ് സിനിമയെ ഇത്രയും ബ്ലോക്ക് ബസ്റ്റർ മലയാള ചരിത്രത്തിൽ ഒരു 200 കോടി എത്താൻ സാധിച്ചത് ഇത്തരത്തിലുള്ള ഒരു കോൺട്രവേഴ്സീസ് ആണ്. ഇതാണ് നമ്മുടെ എമ്പുരാനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതാണ് എനിക്ക് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.